എല്ലാവർക്കും നമസ്കാരം. CCTV ഓണക്കൂട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ഓണക്കൂട്ട് പരിചയപ്പെടുത്തുന്നതിനായി നമ്മുടെ കൂടെയുള്ളത് ചൊവ്വന്നൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആയിട്ടുള്ള ചിത്ര വിനോബാജിയാണ്. ചിത്ര ചേച്ചി നമസ്കാരം. നമസ്കാരം. ഹാപ്പി ഓണം. ഹാപ്പി ഓണം. ഓണായിട്ട് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നല്ല വിശേഷം. ഇന്ന് CCTV പ്രേക്ഷകർക്കായിട്ട് ഏത് കൂട്ടാണ് പരിചയപ്പെടുത്താൻ പോകുന്നത്? ഇഞ്ചിമ്പുളി ഉണ്ടാക്കുന്ന ഇതാണ് ഇന്ന് ഞാൻ CCTV പ്രേക്ഷകർക്കായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഇഞ്ചിപ്പുളി ഇഷ്ടമാണോ? ഇഷ്ടമാണ്. ഓണസദ്യയിൽ നമുക്ക് ഒട്ടും ഒഴിച്ചുകൂടാനാവാത്ത ഒരു വിഭവം കൂടിയാണ് ഇഞ്ചിമ്പുളിയിലെ. അതെ. നമുക്ക് എന്തൊക്കെയാണ് ഇഞ്ചിമ്പുളി ഉണ്ടാക്കാനായിട്ട് ആവശ്യമുള്ളത് നമുക്ക് ഇഞ്ചി, അതുപോലെ തന്നെ പച്ചമുളക്, ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ മുളകും പൊടി, പുളി, ശർക്കര, ഉപ്പ്, പിന്നെ വറുത്തിടുന്നതിനായിട്ട് നമുക്ക് ഉലുവ വേണം, മുഴുവൻ മുളക്, അതുപോലെ വേപ്പിൻ്റെ ഇല, കടുക്, ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഇനി ഇതിലോട്ട് എന്താ ചേർക്കുന്നത്? നമ്മൾ ആദ്യം പുളി പിഴിഞ്ഞ് ഒഴിക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ആവശ്യത്തിന് കുറച്ച് ഒരു ഉരുള പുളിയാണ് ഞാൻ ഇപ്പോൾ എടുത്തിരിക്കുന്നത്. അതാദ്യം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായി തിരുമ്പി പിഴിഞ്ഞ് നമ്മൾ ചട്ടിയിലേക്ക് ഇങ്ങനെ ഇതിലേക്ക് അതിൻ്റെ പുളിയുടെ ചണ്ടി വീഴാൻ പാടില്ല, നല്ല രീതിയിൽ പിഴിഞ്ഞൊഴിക്കണം. അതിനുശേഷം കുറച്ചും കൂടി വെള്ളം നമ്മൾ ഇതിലേക്ക് ഒഴിച്ചിട്ട് ഒന്നും കൂടി പുളി നന്നായി തിരുമ്പി പിഴിഞ്ഞിട്ട് കുറച്ചും കൂടി വെള്ളം നമ്മൾ ഇതിലേക്ക് കൈ വെച്ച് അരിച്ച്, അല്ലെങ്കിൽ അരിപ്പ വെച്ച് നന്നായി അരിച്ചെടുക്കുക. ഇല്ലെങ്കിലും കൈ വെച്ച് ഇങ്ങനെ ചണ്ടി വീഴാത്ത രീതിയിൽ നമ്മളിങ്ങനെ അരിച്ചെടുത്താലും മതി. അതിനുശേഷം നമ്മൾ ചെറുതായിട്ട് ഇഞ്ചിയും പച്ചമുളകും ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കട്ട് ചെയ്തത് നമ്മൾ കുറച്ച് ആഡ് ചെയ്യാണ്. ഇത് ചെറിയ കഷ്ണങ്ങളായിട്ട് തന്നെ അരിയണല്ലേ? ചെറിയ കഷ്ണങ്ങളായിട്ട് അരിയണം. അതിലേക്ക് കുറച്ച് നമ്മൾ ഏകദേശം നമ്മുടെ ആവശ്യത്തിന് എരിവ് ആവശ്യത്തിനുള്ളത്. എനിക്ക് മധുരമാണ് കൂടുതൽ ഇഷ്ടം. മധുരമാണ് ഇഷ്ടം. പിന്നെ അതിന് ശേഷം നമ്മൾ ഇതിലേക്ക് വേപ്പിൻ്റെ ഇല ഇടണു. പിന്നെ മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ പച്ചമുളക് ഇട്ടിട്ടുണ്ട്, എന്നാലും ഒരു ഇത് നല്ല എരിവുള്ള മുളകായതുകൊണ്ട് കുറച്ച് ഇട്ടാൽ മതി. പിന്നെ ആവശ്യത്തിന് ഉപ്പിടാം. ഒരു 1/4 ടീസ്പൂണ് ഉപ്പ് ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കൊന്ന് കൈകൊണ്ട് ഇത് ഒന്നിങ്ങനെ ഒന്ന് അതിലേക്ക് ഇതിൻ്റെ എല്ലാതും ചേരാനായിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് തിരുമ്പി ഒന്നിങ്ങനെ വെച്ചതിന് ശേഷം തീ ഒന്ന് കൂട്ടി വെക്കാം. ചേച്ചി എത്ര കാലമായി ഈ ഒരു ഫീൽഡിലേക്ക് വന്നിട്ട്? ഞാനിപ്പോൾ ഏകദേശം ഒരു 15 വർഷത്തോളമായി. 15 വർഷത്തോളായില്ലേ? 2010 കാലഘട്ടത്തിൽ ഞാൻ ഇതുപോലെ മെമ്പറായിട്ട് വന്നിട്ടുണ്ട്. ആ കാലഘട്ടത്തിൽ ഒരു വർഷം പ്രസിഡൻ്റായിട്ട് ഇരുന്നിട്ടുണ്ട്. ഇതിപ്പോൾ എത്രാമത്തെ വർഷം പ്രസിഡൻ്റായിട്ട്? ഇതിപ്പോൾ കഴിഞ്ഞ ടൈമിൽ ഒരു വർഷം. ഇതിപ്പോൾ ഈ ഭരണസമിതി മുഴുവനായിട്ടും 5 വർഷം മുഴുവനിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട്. 2-3 മാസം കഴിഞ്ഞപ്പോൾ ഇലക്ഷൻ ആവുകയാണ്. ഇതുവരെ പ്രസിഡന്റ് സ്ഥാനത്ത് ഇരുന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പുളിയിഞ്ചി ഇങ്ങനെ ചൂടായിക്കൊണ്ടിരിക്കുകയാണ്. ഒന്ന് ചെറുതായിട്ട് കയ്യിലുകൊണ്ട് ഒന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്കാം. തിളച്ചൊന്ന് കുറുകി വന്നതിന് ശേഷമാണ് ശർക്കര ആഡ് ചെയ്യാല്ലേ? ശർക്കരയുടെ അളവ് നമുക്ക് മധുരം അനുസരിച്ചിട്ട് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുമോ? മധുരം ചിലവർക്ക് മധുരം നല്ല ഇഷ്ടമാണ്, ചിലവർക്ക് മധുരം കുറവാണ് വേണ്ടോ. അപ്പോൾ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ഞാനിത് പൊടിയുള്ള ശർക്കരയാണ് മേടിച്ചേക്കുന്നത്. ഇത്രയും കൂടിയും കല്ല് ഒന്നുമില്ലാതെ നല്ല ഫ്രഷ് ശർക്കരയാണ്. അതുകൊണ്ട് ഇത് ഉരുക്കണ്ട. അല്ലെങ്കിൽ മറ്റേ കട്ട മേടിക്കുമ്പോൾ നമ്മളത് ഉരുക്കിയിട്ട് അരിക്കണം. അതിൽ കല്ലും പൊടി ഇതൊക്കെ ഉണ്ടാവും, മാറ്റേണ്ടി വരും. അപ്പോൾ അത് അരിച്ച് ഒഴിക്കണം. ഇതിപ്പോൾ ഫ്രഷ് ആയതുകൊണ്ട് അതിൻ്റെ ആവശ്യമില്ല. ചിത്രേച്ചിക്ക് എങ്ങനെയാണ് ചെറുപ്പകാലത്തിലൊക്കെ ഓണം
ചെറുപ്പകാലത്ത് ഞാൻ ഓണം നന്നായി എൻജോയ് ചെയ്തുള്ള വ്യക്തിയാണ്. എൻ്റെ വീട്ടിലെ അച്ഛനും അമ്മയും പിന്നെ അതുപോലെ ഞങ്ങൾ 5 മക്കളാണ് ഉള്ളത്. 5 മക്കളൊക്കെ ആയ കാരണം നല്ല രീതിക്ക് കളികളും ചിരികളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ഞാനും എൻ്റെ സഹോദരനും രാവിലെ പൂടാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ അടുത്തൊരു ക്ഷേത്രമുണ്ട്, ക്ഷേത്രത്തിലേക്ക് പൂ പൊട്ടിക്കാനായിട്ട് പോവും. ഞങ്ങൾ 2 ആളും കൂടിയിട്ടാണ്. ഞങ്ങൾ 5-5.5 വയസ്സിന് വ്യത്യാസമുണ്ട്. എന്നെ എപ്പോഴും ഒരു ഉണ്ണിയെ പോലെ തന്നെയാണ് ഇപ്പോഴും എനിക്ക് ആ സ്നേഹം കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ പറഞ്ഞു ഇവിടെ വന്നതിന് ശേഷം എനിക്ക് അത്ര വീട്ടിലത്തെ പോലെ ആഘോഷിക്കാനായിട്ട് സാധിച്ചിട്ടില്ല. അവിടെ എന്ന് പറഞ്ഞു ഞങ്ങളുടെ അച്ഛൻ ഞങ്ങൾ എല്ലാവരും ആയിട്ടിരുന്ന് കുട്ടിക്കാലം നമുക്കൊരു ഒരു സങ്കടമുണ്ട്. തിളച്ച് വറ്റാറാകുമ്പോഴാണ് നമുക്ക് ശർക്കര ചേർക്കാനായിട്ട്. പിന്നെ ഇതിലേക്ക് ഒരു കഷ്ണം കായം ഇതിലേക്ക് ആഡ് ചെയ്യണം. കായം പൊടി നമുക്ക് ചേർക്കാൻ പറ്റുമോ? എങ്ങനെ? കായം പൊടി ചേർക്കാം, ചിലർ പൊടി ചേർക്കും. കായം വെളിച്ചെണ്ണയിൽ വറുത്തിട്ട് പൊടിച്ചിട്ടും ചേർക്കാം, അല്ലെങ്കിൽ പച്ച ഇങ്ങനെ ഇട്ടാലും മതി. അതെല്ലേ, അത് അതിലലിഞ്ഞ് ചേർന്നോളൂ. എങ്ങനെയാണ് ഈ ഒരു ജനപ്രതിനിധി എന്നുള്ള ഒരു ഇതിലേക്ക് എത്തിയത്? ജനപ്രതിനിധി എന്ന് പറയുമ്പോൾ അത് ഭയങ്കര ഒരു കഥയാണ്. എൻ്റെ ഹസ്ബൻഡ് ഇതുപോലെ ഒരു വിഷമമുള്ള കാര്യങ്ങൾ തന്നെയാണ് എല്ലാതും. ഒരു 17 വർഷമായിട്ട് മരണപ്പെട്ടു. അപ്പോൾ ആള് മരിച്ചതിന് ശേഷമാണ് ഇങ്ങനെ എലക്ഷൻ്റെ ടൈമായപ്പോൾ ഇവിടുത്തെ ആളുകൾ വീട്ടിൽ വന്ന് ഇങ്ങനെ മത്സരിക്കണം എന്നൊക്കെ പറഞ്ഞത്. അപ്പോൾ ഞാൻ അങ്ങനെ പഞ്ചായത്തും പ്രസിഡന്റ് എന്താ പഞ്ചായത്ത് എന്താണെന്നൊന്നും അറിയാത്തൊരു, നമ്മൾ കുറേ കാലം രാഷ്ട്രീയത്തിലെ പൊതുപ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിട്ടാണെങ്കിൽ നമുക്കതൊരു ഇതുണ്ട്. ആ സമയത്തൊന്നും നമ്മൾ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാത്ത ഒരു സമയമായിരുന്നു. അപ്പോൾ നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ വന്നപ്പോൾ എന്തായതൊന്നും അറിയില്ല. അപ്പോൾ എല്ലാവരും ഹെൽപ്പ് ചെയ്യുക, നിന്നാൽ മതി എന്നാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ നിന്നു, ജയിച്ചു. ആ ടൈമിൽ നമുക്ക് മെമ്പറാവാനും 1 വർഷക്കാലം പ്രസിഡന്റ് ആവാനും സാധിച്ചു. പിന്നെ ഇപ്പോൾ ഇത് 2ാമത്തെ ടൈമാണ്. ഈ ടൈമിൽ ഞാൻ എൻ്റെ വാർഡിലല്ല, അപ്പുറത്തെ 10ാം വാർഡിലാണ് മത്സരിച്ചത്. അപ്പോൾ അവിടെയും നമുക്ക് വിജയിക്കാനായിട്ട് സാധിച്ചു. ജനങ്ങളുടെ ഒരു വലിയൊരു പിന്തുണ ഉണ്ട്. വീട്ടിലെ മക്കളൊക്കെ എന്ത് ചെയ്യുന്നു? മക്കള് 2 ആൺകുട്ടികളാണ് എനിക്കുള്ളത്. ഒരാൾ ഖത്തറിലാണ്, ഒരാൾ ഇവിടെ ഇലക്ട്രീഷ്യൻ ആയിട്ട് ജോലി ചെയ്തു. അവരൊക്കെ വലിയൊരു സപ്പോർട്ട് തന്നെ ഇതിന്റെ പുറകിലുണ്ട്. അവരൊക്കെ നല്ല സപ്പോർട്ട് ഉണ്ട്, കുഴപ്പമില്ല. ജനപ്രതിനിധി ആയതിനു ശേഷമുള്ള ഓണം എങ്ങനെയാണ്? ജനപ്രതി ആയതിനു ശേഷം നല്ല എൻജോയ് ചെയ്തിട്ട് തന്നെയാണ് ഓണം ആഘോഷിക്കുന്നത്. കാരണം എല്ലാ വർഷവും നമ്മുടെ ബഹുമാനപ്പെട്ട MLA-യുടെ മണ്ഡലമായതുകൊണ്ട്, AC മൊയ്തീൻ്റെ മണ്ഡലമായതുകൊണ്ട് നമുക്ക് കലശമല ഓണം തന്നെ മതിയല്ലോ ഓണം ആഘോഷിക്കാനായിട്ട്. അപ്പോൾ എല്ലാ വർഷവും അവിടെ പ്രോഗ്രാമുണ്ട്. ഇപ്രാവശ്യം പ്രോഗ്രാമുണ്ട്. അപ്പോൾ ഓണത്തിൻ്റെ അന്ന് തൊട്ടിട്ട് 3 ദിവസം അവിടെയാണ് അടിച്ചു പൊളിക്കാറ്. ഇത് കുറുകി വറ്റി വരും. അത് ഇപ്പം നന്നായി തിളച്ചു, ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ പുളിയുടെ ഒക്കെ ഒരു മണം, ഇഞ്ചി പച്ചമുളകും വേപ്പിൻ്റെ ഇലയൊക്കെ കൂടിയിട്ട് ചേർന്ന് പുളിയൊക്കെ കൂടിയിട്ടുള്ള ഒരു തിളയ്ക്കുമ്പോൾ ഒരു നല്ലൊരു മണം വരുന്നുണ്ട്. അപ്പം അതിങ്ങനെ ഏകദേശം കുറുകി വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ശർക്കര ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണമെന്നുണ്ടോ? അത് ഇട്ടിട്ട് ഒന്ന് ഇളക്കിയാലും മതി. ആയിക്കോട്ടെ. ഈ മധുരം ഉണ്ടോ നോക്കിയിട്ട് ആവശ്യത്തിന് ഇട്ടാൽ മതി. മധുരാവാം. പുളിയുണ്ട്. കുറച്ചുകൂടി ഇടാല്ലേ? 2 സ്പൂൺ ഇടാല്ലേ? പൊടിയായ കാരണം വേഗം അലിഞ്ഞ് ചേർന്നു. ഇനി നമ്മൾ അടുത്തായിട്ട് എന്താ ചെയ്യാൻ പോണത്? ഇനി ഇതിലേക്ക് കടുക് പൊട്ടിക്കുകയാണ് ചെയ്യേണ്ടത്. അതില് വറുത്തിടുക എന്ന് പറയും, താളിക്കുക. അപ്പൊ നമുക്ക് അത് ചെയ്യാം. നമ്മൾ എണ്ണ ഒഴിക്കുകയാണ് അല്ലേ? ഏതെണ്ണ യൂസ് ചെയ്യാറ്? വെളിച്ചെണ്ണ തന്നെയാണ് യൂസ് ചെയ്യാറ്? വെളിച്ചെണ്ണ ആണ്. ഞാൻ വെളിച്ചെണ്ണ ഉപയോഗിക്കാറില്ല. കൂടുതൽ ഞാൻ നല്ല RCM-ന്റെ തവിടെണ്ണയാണ് ഉപയോഗിക്കാറ്.
എന്താ തവിടെണ്ണ യൂസ് ചെയ്യാൻ കാരണം? തവിടെണ്ണ ശരീരത്തിന് നല്ലതാണ്, എല്ലാത്തിനും നല്ലതാണ്. നമ്മൾ വയർ സംബന്ധമായ എല്ലാ അസുഖങ്ങൾക്കും നല്ലതാണ്. ഷുഗർ അതുപോലെ പ്രഷർ ഇതിനൊക്കെ കൺട്രോൾ ചെയ്യും എന്നാണ് പറയാറ്. ഇപ്പോൾ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. അപ്പോൾ കടുക് പൊട്ടിക്കാൻ ആദ്യം കടുക് ഇട്ടു. പിന്നെ കുറച്ച് ചെറുതാക്കി കട്ട് ചെയ്ത് വെച്ച ഈ ഇഞ്ചി പച്ചമുളകും കടുക് പൊട്ടി കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഇത് ഇതിലേക്ക് ആഡ് ചെയ്യുക. അതിനുശേഷം ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കും. ഇതിൽ ഈ പച്ചമണം ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ വറ്റൽമുളകും അത് കഴിഞ്ഞിട്ട് മുളക് പെട്ടെന്ന് കരിയും എന്നുള്ളത് കൊണ്ട് നമ്മൾ അത് കഴിഞ്ഞിട്ടാണ് ഇടേണ്ടത്. ഉലുവ, ചെറുതായിട്ട് ഇങ്ങനെ ഒരു ബ്രൗൺ കളറായി കഴിഞ്ഞാൽ നമുക്ക് ഈ മുളകും വേപ്പിൻ്റെ ഇലയും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യും. ചേച്ചി, നമ്മളൊരു ജനപ്രതിനിധി എന്ന് പറയുമ്പോൾ വളരെ ഒരു തിരക്കേറിയ ഒരു ആളാണ്. പക്ഷേ ആ തിരക്കുന്നൊക്കെ മാറി ഓണം വരുമ്പോൾ കുടുംബത്തോടൊപ്പം നിന്ന് ഓണം ആഘോഷിക്കാനും സദ്യ ഉണ്ടാക്കാനും ഒക്കെ ശ്രമിക്കാറുണ്ടോ? ഞങ്ങൾ എല്ലാ സാധനങ്ങളും ഉണ്ടാക്കാറുണ്ട്, എല്ലാ വിഭവവും ഉണ്ടാക്കാറുണ്ട്. പായസം വരെ ഞങ്ങൾ ഉണ്ടാക്കാറുണ്ട് അല്ലേ? ഓണം നമ്മൾ വീട്ടുകാരുടെ ഒപ്പം ആഘോഷിക്കാറുണ്ട്. വീട്ടുകാരെന്ന് വെച്ചെങ്കിൽ ഞാനും ഇപ്പോൾ ചെറിയ മോന് ഇവിടെ ഉള്ളൂ. ഇത്തമോ ഖത്തറിലാണ്. അപ്പോൾ ഞങ്ങൾ രണ്ടാളായാലും എല്ലാ സാധനങ്ങളും ഞങ്ങൾ ഉണ്ടാക്കും. പക്ഷെ പണ്ടത്തെ പോലെ ഒരുമിച്ചിരുന്ന് വിളക്കത്ത് വിളമ്പി ആ ഒരു നമുക്ക് ഇതൊന്നും നമുക്ക് കിട്ടാറില്ല, ആ സന്തോഷമൊന്നും കിട്ടാറില്ല. നമ്മൾ മേശമിരുന്ന് കഴിക്കണം. ശരിക്കും എൻ്റെ വീട്ടിലുള്ള സമയത്താണ് ശരിക്കും അങ്ങനെ ഒരു ഓണം എനിക്ക് ആ സന്തോഷം ഇവിടെ വന്നതിന് ശേഷം എനിക്ക് കിട്ടിയിട്ടില്ല. ഇവിടെ കല്യാണം കഴിഞ്ഞാൽ വന്ന വീട്ടിലും എല്ലാവരും മേശമിരുന്ന് ഭക്ഷണം കഴിക്കും. അങ്ങനെ ഒരു രീതിയാണ് ഇവിടെ ഉള്ളത്. ഇവിടെ ഞങ്ങളുടെ വീട്ടിലുള്ളപ്പോൾ അങ്ങനെയല്ല. ഞങ്ങളെല്ലാവരും അച്ഛനാണ് ഞങ്ങൾക്ക് വിളമ്പി തരിക. ഇനി ഇത് ഇതിലേക്ക് ഒഴിക്കുകയാണ്. നമ്മുടെ പുളിഞ്ചി കുറുകിയിട്ടുണ്ട്. അത് ഇതിലേക്ക് പുളിഞ്ചി ആയി തോന്നുന്നു അല്ലേ? ഇതായി കുറുകി. ഇത് ആയിട്ട് കുറുകി വന്നിട്ടുണ്ട്. ചേച്ചി, ഈ ജനപ്രതിനിധി ആകുമ്പോൾ ഈ തിരക്കും കാര്യങ്ങളൊക്കെ മാറ്റി ബാക്കിയുള്ള സമയങ്ങളിൽ എങ്ങനെ ചെലവഴിക്കാനാണ് കൂടുതൽ നോക്കാറുള്ളത്? വെറുതെ ഇരിക്കാറില്ല. എന്തായാലും പാട്ടും കളിയൊക്കെ ഇഷ്ടമാണ്. ഇപ്പോൾ കലശമലയിൽ തിരുവാതിരക്കളിയൊക്കെ കളിക്കാറുണ്ട്. പാട്ട് പാടാറുണ്ടോ? പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേൾക്കാനൊക്കെ. ഇപ്പോൾ ഞങ്ങൾ ടൂറൊക്കെ പോകുമ്പോൾ എല്ലാ മെമ്പർമാർ പാട്ടൊക്കെ പാടുമ്പോൾ CCTV പ്രേക്ഷകർക്കായിട്ട് നമുക്കൊരു 2 വരി പാട്ട് പാടിയാലോ? മാവേലി നാടുവാണിടും കാലം അതെന്നെ പാടാം നമുക്ക്. ഓക്കെ. മാവേലി നാടുവാണിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ ആമോദത്തോടെ വസിക്കും കാലം ആപത്തെന്നാർക്കുമുട്ടില്ലതാനും. പാട്ട് ആസ്വദിക്കാൻ മാത്രമൊന്നല്ല ചേച്ചിക്ക്, കുറച്ചൊക്കെ പാടാനൊക്കെ അറിയാം. ഒരു നാണാണ്. തുടക്കത്തിൻ്റെതായ ഒരു പ്രശ്നം. തുടങ്ങിക്കഴിഞ്ഞാൽ ചേച്ചി അടിപൊളിയായിട്ട് പാടില്ലേ? ഓക്കെ. നമ്മുടെ പുളിയിഞ്ചി ഇവിടെ കുറുകി തുടങ്ങി തോന്നുന്നു അല്ലേ? ആയിട്ടുണ്ട്. ഓഫ് ചെയ്യാം. നമ്മുടെ പുളിയിഞ്ചി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതൊന്ന് ചൂടാറട്ടെ. അപ്പോഴേക്കും ചേച്ചി, നമ്മൾ ഓണൊക്കെയാണ്. അപ്പോൾ നമ്മുടെ CCTV പ്രേക്ഷകരോട് ഓണായിട്ട് എന്ത് സന്ദേശമാണ് നൽകാനായിട്ടുള്ളത്? എനിക്ക് CCTV പ്രേക്ഷകരോടായിട്ട് പറയാനുള്ളത്, പഴയ ആ കാലഘട്ടത്തിലേക്ക് തന്നെ തിരിച്ചു വരണം എന്നുള്ളതാണ് പറയാനുള്ളത്. ഇന്നത്തെ കാലഘട്ടത്തിൽ ഇപ്പോൾ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമയായി പല രീതിയിലും അപകടങ്ങളും അതുപോലെ തന്നെ മരണവും വർദ്ധിച്ചു വരികയാണ് അപ്പോൾ പണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭക്ഷണം കഴിച്ച് എല്ലാവരും ഒത്തുചേർന്ന് ഒരു വീട്ടിൽ ചെന്നിരുന്ന് തുമ്പിത്തുള്ളലും അതുപോലെ തന്നെ കളികളും കമ്പവലി അതുപോലെ തന്നെ പല രീതിയിലുള്ള കളികൾ, നാടൻ കളികളിലേക്കാണ് എല്ലാവരും ഏർപ്പെടാറുള്ളത്.
ഇപ്പോൾ മൊബൈലും ടി വി ആയിട്ട് വീടുകളിൽ ഒതുങ്ങിയിരുന്ന് പുറത്തേക്ക് ഇറങ്ങാത്ത ഒരു ഘട്ടത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ നിന്ന് മാറി നമ്മുടെ ഒരു വീട്, അച്ഛനമ്മ, സഹോദരങ്ങൾ, നമ്മുടെ അച്ചാച്ചന്മാരെ, അച്ഛമ്മ, അങ്ങനെ ഉള്ള ആളുകളെ സ്നേഹിച്ചും ആ കാലഘട്ടത്തിലെ ആ ഓണക്കോടി ഉടുത്ത് എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ച് സന്തോഷങ്ങൾ പങ്കുവയ്ക്കലും, അതുപോലെ തന്നെ വിവാഹം കഴിഞ്ഞ് പോയവർ നമ്മുടെ വീടുകളിലേക്ക് വന്ന് ആ സന്തോഷം, വീടുകളിൽ എല്ലാവരും കൂടിയിട്ടുള്ള ഒരു സ്നേഹം, താല്പര്യം, ഇതൊക്കെയാണ് എനിക്കും കൂടുതൽ ഇഷ്ടം. ആ ഒരു കാലഘട്ടത്തിലേക്ക് ഇനി തിരിച്ചു വരുമെന്ന് അറിയില്ല. കാരണം ഇപ്പോൾ എല്ലാവരും ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്, ആർക്കും സമയമില്ല, ഒന്നിനും സമയമില്ല. അപ്പോൾ ഭക്ഷണം തന്നെ വീടുകൾ വെക്കാത്ത ആളുകളാണ് ഉള്ളത്. ഒക്കെ നമ്മൾ ഒക്കെ പുറത്തുനിന്ന് വാങ്ങിച്ച് ആ മേശപ്പുറത്തിരിക്കണ ഒരു കാലഘട്ടമാണ് ഇപ്പോൾ വരുന്നത്. അപ്പോൾ അതിൽ നിന്ന് മാറണം. നമ്മൾ വീടുകളിൽ വെച്ചുണ്ടാക്കി സന്തോഷപൂർവ്വം നമ്മുടെ സഹോദരങ്ങളും അതുപോലെ തന്നെ അച്ഛനമ്മ, മുത്തശ്ശി കൊടുത്ത് ആ ഒരു കാലഘട്ടത്തിലേക്ക് തിരിച്ചു വരണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. നമുക്കപ്പോൾ ഇഞ്ചിപ്പുളി നമുക്ക് ടേസ്റ്റ് ചൂടാറിയിടാവും. സൂപ്പറായിട്ടുണ്ട്. മധുരവും പുളിയൊക്കെ അടിപൊളിയായിട്ടുണ്ട്, സൂപ്പറായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇത്രയും തിരക്കും കാര്യങ്ങൾക്കൊക്കെ മാറ്റിവെച്ച് ഞങ്ങൾക്ക് വേണ്ടിയാണ് CCTV പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഓണവിഭവം പരിചയപ്പെടുത്തും. അതുപോലെ തന്നെ ഒരു നല്ലൊരു സന്ദേശം ഈ ഓണനാളിൽ നമ്മുടെ CCTV പ്രേക്ഷകർക്ക് തന്ന ചേച്ചിക്ക് ഒരുപാട് നന്ദി. താങ്ക് യു.